ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്ത ലാലേട്ടന്റെ ദേവദൂതൻ കൃത്യം 3 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ വീക്കെൻഡ് പിന്നിട്ട് ഇപ്പോഴത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ട ദേവദൂതൻ എന്ന സിബി മലയിൽ സംവിധാനം ചെയ്ത വിദ്യാസാഗർ സംഗീതം നൽകിയ സിനിമയുടെ 3 ദിവസത്തെ കേരള ഗൾഫ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം വെറും 3 ദിവസങ്ങൾ കൊണ്ട് 1,25,00,000 മുകളിലെ ഗ്രോസ് കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു റീ റിലീസ് സിനിമയുടെ ഏറ്റവും മികച്ച തുടക്കം കേരള ബോക്സ് ഓഫീസിൽ സിനിമ തുടങ്ങിയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. അന്യഭാഷകളിൽ നിന്നടക്കം ക്ലാഷ് റിലീസ് ഉണ്ടായ ഒരാഴ്ചയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. എന്നിട്ടും ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ഇന്നലെ ആദ്യ ഞായറാഴ്ച 50 ലക്ഷത്തിന് മുകളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരള ഗ്രോസ് വന്നിരിക്കുകയാണ്. 52 ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ മാത്രം സിനിമ കേരളത്തിൽ നേടിയെടുത്തത്. അങ്ങനെ വെറും 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 1,25,00,000 മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ, അതായത് സിനിമയുടെ നിർമ്മാതാവിന് ലഭ്യമാകുന്ന തുക, സിയാദ് കോക്കറിന് ലഭ്യമാകുന്ന തുക 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ മികച്ചൊരു ഷെയർ കളക്ഷൻ കൂടി സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 2000-ൽ പരാജയപ്പെട്ട സിനിമയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു സ്വീകരണം ഇനി കിട്ടാനില്ല എന്ന് നിസ്സംശയം പറയാം. ഇനി ഗൾഫ് നാടുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ സിനിമയ്ക്ക് 20 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഗൾഫിൽ 2,400 പേർ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ, ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നും $26,000 ആണ് സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്, അതായത് 22 ലക്ഷം രൂപ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല സിനിമ കാണാനായിട്ട് ആളുകൾ എത്തിയത്, വിദേശ രാജ്യത്ത് പോലും എത്തിയെന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത്. സിനിമയുടെ ആകെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് വന്നിട്ടില്ല എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്നത് പോലെ 1,50,00,000 കടന്നു എന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടൻ വിമർശകർക്ക് വൻ നിരാശ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് സിനിമയുടെ 4ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസിലെ ബുക്കിംഗ്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്, ദേവദൂതന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്.